എന്റെ ഭർത്താവിന്റെ സെക്സിലെ രുചിയാവില്ല എന്റെ രുചി. നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അത് വേറെ ഒരു തലത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. രമ്യ വിധു അല്ലെ? രമ്യ വിധു അതെ, രമ്യ വിധു കാമവാഹിനി എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നെയിം. ശരിക്കും പേര് രമ്യ വിധു. അതെ. അപ്പൊ ഈ കാമവാഹിനി എന്നുള്ള പേരും കൂടി പേരിനൊപ്പം ആഡ് ചെയ്യാനുള്ള ഒരു കാരണം? കാമവാഹിനി എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി ഇഷ്ടമുള്ള ഒരു പേരാ. കാമേനെ ചേർക്കുന്ന ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്ക് ഇതാണല്ലോ, അത് കാരണമാണ് ഞാൻ കാമവാഹിനിയിൽ തന്നെ പേരിട്ടത്. ഇഷ്ടപ്പെട്ടിട്ട പേര് തന്നെ സ്വയമായിട്ട്. അതെ അതെ അതെ. ശരിക്കും ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ടേ ആ ഒരു പേരായിരുന്നോ, അത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇട്ട പേരാണ്? അല്ല, ഞാൻ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോ ഞാൻ തുടങ്ങിയത്, എന്റെ പ്രൊഫൈൽ തുടങ്ങിയത് കാമവാഹിനിയിൽ തന്നെ പേരിട്ടിട്ട. പിന്നെ രമ്യ വിധു നമ്മുടെ ഒറിജിനൽ നെയിം വേണമല്ലോ, എനിക്ക് അതിനകത്തില് ഇത് കാണിക്കണമല്ലോ. അങ്ങനെയാണ് രമ്യ വിധു കാമവാഹിനി എന്ന് പറഞ്ഞത്. തുടക്കത്തിൽ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ ആണ് വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശരിക്കും ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരാനുള്ള കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് സെക്സ് എന്തുവാന്ന് അറിയാവുന്ന ആൾക്കാർ, സെക്സുണ്ട്, സെക്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഭാര്യ ഭർത്താവ് ചെയ്യും, കാമുകിയെ ചെയ്യും, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പക്ഷെ ഇതെന്താണെന്നും എങ്ങനെയാണ് അതിന്റെ നെറുകയെ തൊട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ ചുരുക്കമാണ്. പക്ഷെ അത് തുറന്നു പറയാനെ കൊണ്ട്, തുറന്നു പറയുന്ന ആൾക്കാര് വെറും എന്താ പറയുന്ന സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് അറിവ് കൊടുക്കാൻ. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും ഇതാണോ നിന്റെ അറിവെന്ന് ചോദിക്കും. പക്ഷെ ഇതും ഒരു അറിവാണ്. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളാണെങ്കിലും പണ്ടുള്ള കാലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ പോലും ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കുറച്ച് എന്താ പന്ന രീതിയിൽ വൾഗറായിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഓപ്പൺ മൈൻഡിൽ സംസാരിച്ച് ഓപ്പൺ ആയിട്ട് നാക്ക് പൊക്കി സംസാരിക്കാനുള്ള പെണ്ണുങ്ങൾ ഈ സമൂഹത്തിൽ കുറവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എല്ലാവരും എത്തിച്ച് പറയുക എന്നെക്കൊണ്ട് എനിക്കതേ പറ്റുള്ളൂ. അത് പറഞ്ഞ് ആൾക്കാർക്ക് ഇപ്പൊ 10 പേരോട് പറഞ്ഞാൽ ഒരാളെങ്കിലും ചെയ്ത് അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാല് അവർ ചിന്തിക്കില്ലേ, ശരിയാ ചേച്ചി പറഞ്ഞ് ശരിയാ. അവരെ കൊണ്ട് ചിലപ്പോ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചിലപ്പോ അവർക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കിട്ടൂല ഇങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആൾക്കാർക്ക് സെക്സിനെ പറ്റിയിട്ട് അറിവ് കൊടുക്കുക എന്നുള്ളത്. ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത്? ഞാൻ നേഴ്സായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്ത് ഇപ്പം വീട്ടില്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് എന്റെ അറിവ് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ആൾക്കാർക്ക് കൊടുക്കാം. അപ്പൊ നേഴ്സായി ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയിരുന്നു? ഇല്ല ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഒരു 1 year ആയി. 1 year ആയിട്ടുള്ളൂ വീഡിയോസ് ചെയ്യാൻ? അപ്പൊ ഇത്രയും വർഷം ചെയ്യാതെ അല്ലെങ്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു, ഇപ്പൊ ഈ ഒരു വർഷങ്ങളെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ ഇത്രയും കാലം തോന്നാതെ പെട്ടെന്ന് ഒരു തോന്നലിൽ ചെയ്തതാണോ അതോ? ഇല്ല, ഞാന് ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചിട്ടാണെങ്കിൽ ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് എല്ലാം പീഡനവും കാര്യങ്ങളും നമ്മൾ വാർത്ത വെച്ചാലും എന്താ പറയുന്നത് പീഡനം. ഞാനൊക്കെ ചിന്തിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ പലയിടത്തും ഞാൻ പല സ്റ്റോറികൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പിൾസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഇപ്പം ഒരാളുടെ ഭാര്യ അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും തന്നെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ട്, അപ്പം ഇതെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ചെയ്താലോ, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് ഇതിനെപ്പറ്റി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ മാഡത്തിന്റെ കപ്പിൾ സ്വാപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്കൊന്ന് കേരളത്തില് അത്ര പരിചിതമല്ല ജനങ്ങൾക്ക്. ഞാൻ കാരണം ഒരു 3 കൊല്ലം മുമ്പ് പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്. അപ്പൊ ഇതിന്റെ അടിയിൽ കമന്റ് ബോക്സിലൊക്കെ വന്ന ആളുകൾ കമന്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്നാണ് ജനങ്ങൾ അന്ന് കമന്റ് ചെയ്തത്. അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുന്ന ആൾക്കാരായിരിക്കും. ഞാൻ അറിഞ്ഞെടുത്തോളം ഒട്ടുമുക്കാലെന്ന് 100-ൽ ഒരു 50%, 30% പോലും ആൾക്കാര് കപ്പിൾസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പെട്ടെന്ന് വെള്ളം പോകുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താനെ കൊണ്ട് കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില ആണുങ്ങൾ എത്ര സെക്സ് ചെയ്താലും പെണ്ണുങ്ങൾ പറയും
എനിക്ക് തൃപ്തിയായിട്ടില്ല. പിന്നെ അവിടെ ദേഷ്യമായി, അവരോട് അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹക്കുറവായി, അവർക്കിടയിൽ ഭയങ്കര കലഹമായി അവരുടെ വീടുകളിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്റെ വീട്ടിൽ കയറി വരുമ്പോൾ എന്റെ ഭാര്യ തരുന്ന സ്നേഹമാണ് എനിക്ക് എന്റെ ലോകം എന്ന് പറയുന്നത്. അവര് വന്നു കഴിയുമ്പോൾ അവരോട് എപ്പോഴും കലഹവും, അവരുടെ വീട്ടിൽ ഇപ്പം കൂടെ കിടക്കാൻ വിളിച്ചാൽ പോലും എനിക്കിപ്പോ സമയമില്ല, എനിക്ക് ഇത്രയും പണിയുണ്ട്, നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ, ഞാനല്ലേ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അവര് ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 2 മാസത്തിൽ ഒരു പ്രാവശ്യം ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ഐക്യതയും അവരുടെ പിന്നെ എന്താ പറയുന്നത് കുടുംബത്തില് ഐക്യത കുറവ് വരും. അതിനെയാണ് നമ്മള് ഇത് എന്താ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുരുഷൻ ചിന്തിക്കും, എന്നെ കൊണ്ടൊന്നും ഇവൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇപ്പൊ ജോലി ചെയ്ത് പൈസയുമായിട്ട് വരുന്നു, അവൾക്ക് ആഹാരം കൊടുത്തു, അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഉപരിയാണ് അവൾക്ക് സെക്സ് കൊടുക്കുക എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഇപ്പൊ ഇത് കേട്ടിട്ട് പറയായിരിക്കും, പിന്നെ ഇവള് പറയുന്നത് സെക്സ് അല്ല. സെക്സ് ബേസ് ചെയ്താണ് ഒരാള് കപ്പിൾസ് ആണ്. ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ബന്ധം അനുസരിച്ചാണ് അവരുടെ ബന്ധം പോകുന്നത്, ആണോ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ അസെക്ഷൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആൾക്കാരുണ്ടോ? എങ്ങനെ? അതായത് സെക്സിനോട് താല്പര്യമില്ലാതെ പ്യുവർ ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലവ് വരുന്നത് തന്നെ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾക്കൊരു സാമൂഹ്യമുണ്ട്, അല്ലെ നിങ്ങൾ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയാണ്, അവളുടെ മനസ്സ് അവളുടെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനോടുപരി നിങ്ങളുടെ മനസ്സ്, ആ പെണ്ണിന്റെ മനസ്സ് നിങ്ങളുടെ മനസ്സിൽ ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സെക്ഷൽ റിലേഷൻ വരികയാണ്. ദേഹത്ത് തൊടുമ്പോൾ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവില്ലേ? അവൾക്ക് അതുപോലെ തന്നെ അവളുടെ ദേഹത്ത് നിങ്ങൾ തൊടുമ്പോൾ നിങ്ങളുടെ ഒരു വിരൽത്തുമ്പ് തൊട്ടാൽ പോലും അവൾക്ക് ഫീലിങ്സ് ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ലൈഫ് മൊത്തം പോകുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് ജോലി ഇപ്പൊ രാമകല് നിങ്ങൾ അങ്ങ് ഒരു വർഷം മൊത്തം നിങ്ങളങ്ങ് ജോലി ചെയ്യുക, രാവിലെ തൊട്ട് രാത്രി വൈകിട്ട് വരുന്നു, നിങ്ങൾ കിടന്നുറങ്ങുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെങ്കില് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ദിവസം അങ്ങനെ കിടന്നുറങ്ങും? നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾക്ക് വേണം, എനിക്കിത് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവാത്ത ദിവസങ്ങളുണ്ടോ? ഞാൻ സമൂഹത്തിന് മുമ്പ് തുറന്നു വയ്ക്കുന്ന ഏതാണ്? അല്ല, ഇപ്പൊ ഒരു 10-30 വർഷം ഭാര്യയും ഭർത്താവും മാത്രം ജീവിച്ചു വരുമ്പോ ഒരു താല്പര്യമില്ലായ്മ വരില്ലേ? അതിനെയാണ് ഇവർ ഈ അസെക്ഷൽ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അത് വരുമ്പോഴാണ് ഇപ്പൊ ഒരു പുരുഷൻ ഇപ്പം ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ തന്നെ, അല്ലപ്പെട്ട ഒരു മിനിറ്റ് പോലും അവർക്ക് അവരുടെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല, അവർക്ക് വെള്ളം പോകുന്നു. അപ്പം അതിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്, എന്റെ ഭാര്യയ്ക്ക് വേറൊരാളിൽ നിന്ന് സുഖം കിട്ടിയാൽ ചിലപ്പോ എന്റെ ജീവിതം നല്ലതായിരിക്കാം. കാര്യം ഇവളെ ചിലപ്പം അവന് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവന് ഇവളെ മറക്കാൻ പറ്റുന്നില്ല, ഇവനെ അവളില്ലാത്ത ഒരു ജീവിതം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഈ കപ്പിൾ സ്വാപ്പിംഗ് വരുന്നത്. മനസ്സിലാവണം. അപ്പം ഇവരുടെ പോരായ്മയെ അല്ലാതെ ചില സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിൽ കൂടുതൽ പങ്കാളികൾ വേണം, അല്ലെങ്കിൽ അവരായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് വെക്കണം, അങ്ങനെയുള്ളവരും ഇതിൽ വരില്ല. അതെന്താന്ന് വെച്ചാൽ ഓരോ ഫാന്റസിയാണ് ഇവരെ അതിലേക്ക് നയിക്കുന്നത്. ഇപ്പം ചിലർക്ക് കെട്ടിയിട്ട് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കണ്ണ് കെട്ടിയിട്ട് കൈ കെട്ടിയിട്ടിട്ട് ഇവരെ സെക്സ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് പുറയിലൂടെ ചെയ്യുന്ന, ചിലപ്പോൾ ചില ഭാര്യമാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ ചില ആണുങ്ങൾ അവരുടെ അടുത്ത് വരുമ്പോൾ ഇവരുടെ വീർപ്പിന്റെ സ്മെല്ല് ചിലപ്പോൾ പെൺപിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ ചില ആൺപിള്ളേർക്ക് പെണ്ണുങ്ങളുടെ ശരീരഭാഗങ്ങളിൽ വൃത്തിയില്ലെങ്കിൽ അത് ആണുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ റിലേഷൻഷിപ്പ് പോകുന്നതും. ഫാന്റസി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താൽ. പക്ഷെ ഒരു തരത്തില് ഇതെല്ലാം തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ലതും ചീത്തയും നിർവചിക്കുന്നത് അത് നമ്മൾക്ക് ഇപ്പോ വ്യക്തി അടിസ്ഥാനമായിട്ട് മാറില്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയാണ്. നമ്മള് ഇപ്പൊ പറഞ്ഞല്ലോ കപ്പിൾ സ്വാപ്പിംഗ് പറഞ്ഞല്ലോ, അതില് കുടുംബത്തിൽ എന്താണ് ഭാര്യ ഭർത്താവ് അവരുടെ സ്വകാര്യത എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഉണ്ടോ? അതാണ് ചോദിച്ചത്. അത് വ്യക്തിഗത അടിസ്ഥാനത്തിൽ ഇത് മാറില്ലേ? ഇപ്പൊ മാഡത്തിന് ചിലപ്പോ നല്ലതാണെന്ന്, എനിക്ക് ചിലപ്പോ മോശമായിരിക്കും, നല്ലതാണെന്ന് ചീത്തയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അത് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? എന്നെ വിമർശിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളതാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരുടെ ഫാമിലി ലൈഫിൽ എന്താണ് ഒരു സ്വകാര്യത ഉള്ളത്. ഇപ്പം നമ്മള് ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പം ഞാൻ ഇത്രയൊക്കെ വീഡിയോസ് ചെയ്യും, പക്ഷെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി റിയൽ മീറ്റ് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല. കാരണം അതെന്റെ സ്വകാര്യതയാണ്, എന്റെ ഭർത്താവിൽ മാത്രം നിൽക്കുന്നത്, അല്ലേ?
അതായത് നമ്മുടെ മൈത്രേൻ എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ നമ്മുടെ അംബാനി ഏകാന്തി അങ്ങനത്തെ ഒരു സാധനമില്ല. മേഡം അങ്ങനെ ഉള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. നമ്മൾ സംസാരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ സ്വകാര്യത നമ്മൾ മാത്രമാണ്, അല്ലേ? ഒരു ഭാര്യ ഭർത്താവ് അതൊരു ബന്ധം പവിത്രമാണ്. അതിനകത്ത് നിൽക്കുന്നതാണ് ദാമ്പത്യത്തിലെ ഈ സെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പല ആൾക്കാരുടെ പോയി കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു പ്രസക്തി? അതാണ് അപ്പൊ ശരിക്കും ഈ കപ്പിൾ സ്വാപ്പിംഗ് ഒരു തെറ്റായ ഒരു കാര്യമാണെന്നാണ്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച്. ഇപ്പൊ എന്നെ ചിലപ്പോ ഇത് പറയുന്നോണ്ട് ഇഷ്ടപ്പെടില്ല, പക്ഷെ അതൊരു തരത്തിൽ തെറ്റാണ്. ചിലപ്പോ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനില്ല. ശരീരം ഒരു പുരുഷനെ കാണിക്കുന്നതൊക്കെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കൊണ്ടുപോയി ചെയ്യിക്കുന്ന ഒരു പ്രവണത വരെ ഉണ്ടാവാം ഇതിനകത്ത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഹസ്ബൻഡിന് ചിലപ്പോ വേറൊരു സ്ത്രീയായിട്ട് ബന്ധം വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഇയാളെ ഉണ്ടാവും. പക്ഷെ ഇത് ഒരു തരത്തിലല്ല വേറൊരു തരത്തിൽ തെറ്റുമാണ്. ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതിനെയൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എനിക്ക് തോന്നുന്നത് തെറ്റാണ്. ഇപ്പൊ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരിക്കലും നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവന് ഇപ്പം സെക്സ് ചെയ്യുമ്പോൾ പല രീതിയിൽ അവളെ തൃപ്തിപ്പെടുത്താം. ഇതിപ്പം ഇത് തന്നെ ചെയ്തിട്ട് തൃപ്തിപ്പെടുത്തണമെന്നില്ല, ഫോർപ്ലേ ചെയ്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം. നമ്മളിലുള്ള കുറവുകൾ ഇപ്പം എനിക്ക് എന്റെ ഭർത്താവിന് എന്തെങ്കിലും കുറവുണ്ട്, അത് എന്നിൽ മാത്രം അടങ്ങുന്ന കാര്യമാണ്. അല്ല ഞാൻ എന്റെ കൂട്ടുകാരികളോട് പറഞ്ഞോ അല്ലെ എന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടോ ഒരിക്കലുമല്ല. നമ്മൾ മാത്രം ഒതുങ്ങിയിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കണം. ചേട്ടാ എനിക്ക് ഇങ്ങനെ ചെയ്താൽ പോകും, എനിക്ക് ഇങ്ങനെ ചെയ്ത് തന്നാൽ മതി. അപ്പം ആ പുരുഷന് അവളോട് സ്നേഹം കൂടിയിട്ട് ഇവര് തമ്മിലുള്ള ഐക്യത ഉണ്ടായിട്ട് അവിടെ സെക്സ് വേറൊരു രൂപത്തിലായിട്ട് അവർക്ക് അതിനെ സന്തോഷപ്പെടുത്തി അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റാത്ത രീതി വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാതെ ഒരുപാട് തെറ്റിലേക്ക് പോയി കഴിയുമ്പോഴാണ് അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഈ അവിഹിതം എനിക്ക് തോന്നുന്നു ഇതായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവിഹിത ബന്ധങ്ങളും ഇപ്പൊ അവിഹിതം എന്ന് പറയുമ്പോൾ ഒരാൾ അറിയാതെ ചെയ്യുന്നത്, കപ്പിൾ സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ എങ്ങനെ തോന്നുന്നത്? അവിഹിതം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചിലപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ വന്ന് എന്താ പറയുന്നത് കുറച്ച് സഖി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഇഷ്ടമായിരിക്കും, ചില പെണ്ണുങ്ങൾ ഇത് കൊടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യും ആളുകൾ? സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹങ്ങളാണ്, ഫാന്റസീസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പം പുറകെ കൂടെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവും. ചിലപ്പോ അവർക്ക് അതായത് നല്ലൊരു സഖി ചെയ്യുന്നതിനോട് താല്പര്യം. ചില പെണ്ണുങ്ങൾ ഇത് കൊടുക്കൂല. കാരണം വെച്ചാൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്ന ആരെയാണ്, എന്റെ ഭാര്യ അത് തരൂല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് പോകാതെ എനിക്ക് എന്താണ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്? അതായത് ഇവരെ കൺവിൻസ് ചെയ്യാണോ ചെയ്യേണ്ടത്? അവരെ കൺവിൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മള് ഒന്നാമത്തെ കാര്യം, ഒരു ഭാര്യ നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭർത്താവിന് എന്താണോ ഇഷ്ടം, അല്ലെ ഭർത്താവ് ആ ഭാര്യക്ക് എന്താണോ ഇഷ്ടം, രണ്ടുപേരും കൂടെ സംസാരിക്കണം. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വേണ്ടിയത്. ആദ്യം രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് പരസ്പരം ഒരു ധാരണയായിട്ട് അവരുടെ മനസ്സെന്താണ്. ഇപ്പൊ നമ്മള് വീട്ടുകാർ ആലോചിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു രാത്രിയാവും നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. പരസ്പരം ഇഷ്ടാനുസരണം ഇഷ്ടക്കേടുകൾ സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മനസ്സുകൾ തമ്മിൽ അടുത്ത് സംസാരിച്ച് ഓപ്പൺ മൈൻഡിലാവണം. അപ്പോഴാണ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം സുഖം ഉണ്ടാവുമെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുള്ളൂ. ഇതിനൊരു പോംവഴി കിട്ടിയില്ല, അല്ലെ എൻഡിങ് കിട്ടിയില്ല. രണ്ടുപേർക്കും അവരുടെ ഒരു ആൾക്കാരാണ് കപ്പിൾസ് ആയിട്ട് പോകുന്നതും ഡിവോഴ്സ് ആവുന്നത്. അപ്പൊ ശരിക്കും അത് ഡിവോഴ്സ് ആവുന്നതാണോ നല്ലത്, അതോ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതാണോ? ഒരിക്കലും അല്ല, സഹിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒരു ഭാര്യ ഭർത്താവിനെ അറിഞ്ഞു, ഭർത്താവ് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ കുടുംബ ബന്ധങ്ങള് അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇത്രയും ആർഭാടമായിട്ട് കല്യാണം നടത്തി അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോ ചിന്തിക്കുമ്പോ ഇവർ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജീവിക്കുള്ളൂ. ഈ ചിന്ത വരുന്നത് സംശയം തീർക്കാനാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ എല്ലാം മനസ്സിലായോ? അത് ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഓരോ സ്പോട്ട് സഹിതം. ഞാൻ ചിലപ്പോ ഞാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ ഓരോന്ന് കാണിച്ചു തരം കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയും ഇവൾക്ക് എന്തോ കാമഭ്രാന്താണോ? എനിക്ക് കാമഭ്രാന്തല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്.
നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഭയങ്കരമായിട്ട് ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ, ക്ലാസ് കൊണ്ട് കാര്യമുണ്ടോ അതോ അതിനെന്താണ് ഒരു പോംവഴി ശരിക്കും പറഞ്ഞത്? ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. ഉം. പിള്ളേര് അത് 18 വയസ്സ് പോലെ ആവാത്ത പിള്ളേര്. അല്ല, 18 വയസ്സ് ഞാൻ അങ്ങനെയുള്ള ഒരു സംഭവം എടുക്കാറില്ല. 18 വയസ്സ് ചിലപ്പോൾ 10-25 വയസ്സുള്ള പിള്ളേര് എന്നോട് ചോദിക്കും, എനിക്ക് എന്റെ അമ്മേനെ കാണുമ്പോൾ വികാരം തോന്നുന്നു ചേച്ചി. കേരളത്തില് കേരളത്തിൽ ഈ പറയുന്ന സംസ്കാരവും എല്ലാം. കിടക്കുന്ന ആളുകൾ എന്താ ചേച്ചി, അതെന്താ ശരിക്കും, അതെന്താ? പാരന്റിങ്ങിന് കുഴപ്പമായിരിക്കും. ആ കുഴപ്പമുള്ള ആൾക്കാരും ഉണ്ട് ഈ സമൂഹത്തിൽ. കാരണം ഒരമ്മ മകനോട് എങ്ങനെയാണ്, നമ്മൾ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മകനാണെന്നും ഇത് അമ്മയാണെന്നും ബോധം ഈ കഥയിലിരിക്കുന്ന എനിക്ക് പോലും ഉണ്ടാകും. നമ്മള് ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകനുണ്ട്, ഇപ്പം മക്കളുണ്ട്. പക്ഷെ ഒരമ്മ മകന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവര് ചിന്തിക്കണം. മനസ്സിലായോ? മകൻ ഒരമ്മയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവൻ ചിന്തിക്കണം. അതിനെയാണ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഞാൻ സംസാരിക്കണം, എനിക്ക് സംസാരിക്കാൻ ആദ്യം നിനക്ക് ബോധം വരണം നിന്റെ അമ്മയാണെന്നുള്ളത്, പിന്നെ അമ്മയ്ക്ക് ബോധം വരണം അത് എന്റെ മകനാണെന്നുള്ളത്. അതില് അച്ഛൻ നിസ്സഹായനാണ്, അച്ഛൻ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അതായത് ഇപ്പൊ അമ്മയോട് ഇപ്പൊ ആഗ്രഹം വരുന്നു അല്ലെങ്കിൽ താല്പര്യം വരുന്നു പറയും, ഇത് തിരിച്ചുണ്ടാവില്ല ചിലപ്പോ അമ്മയ്ക്ക് മകനോട്. തീർച്ചയായിട്ടും അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയേണ്ടത്. ശരി, മനസ്സിലാവുന്നത്. അപ്പം അതിന് എല്ലാത്തിനെയും മനസ്സിൽ നിന്നുള്ള എന്താ നമുക്കൊരു അറിവ് പകർന്നു കൊടുക്കുകയാണ്. എന്താ ഇതൊക്കെ തെറ്റാണ്. നമ്മൾ നമ്മുടെ കുടുംബം എന്താ പറഞ്ഞ ബലമുള്ളതാക്കണം, ഭാര്യ ഭർത്തൃ ബന്ധം ബലമുള്ളതാക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരും. മക്കളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതേപോലെ ഞാനിപ്പോ പബ്ലിക് ഒപ്പീനിയൻ ഒരു ചാനലാണ് നമ്മുടെ, അപ്പൊ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്സ് ബിഫോർ മാരേജ് എന്നുള്ളൊരു സംഭവം. അതിനെപ്പറ്റി എന്താണ്? പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുന്ന എന്റെ ഒരു സമയകാലം തൊട്ട് നമുക്ക് എന്താ കല്യാണം കഴിക്കുമ്പോൾ അതിനകത്തില് പുതുപ്പെണ്ണ് പുതുച്ചക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെയൊക്കെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ ഞാനെന്നാണ് ഈ രതിമൂർച്ച എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് അറിയാവുന്നത്. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിനു മുന്നേ ഇവരെല്ലാം കഴിഞ്ഞിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഇതിനകത്തിലൊക്കെ ഒരു പുരുഷൻ പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മൾ പുതുപ്പെണ്ണായിട്ട് പോകുമ്പോൾ ആ പയ്യൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്, ആദ്യത്തെ രാത്രി വെർജിനിറ്റി. അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് അവന്റെ ഒരു സ്വപ്നമാണ്. ഇവള് അങ്ങനെ ആയിരിക്കണം ഉള്ളത് ഇവളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അതിന് ഓരോരോ റിലേഷൻഷിപ്പിൽ ഓരോ പെൺപിള്ളേർ ചെന്ന് പെട്ടിട്ട് അബദ്ധം പറ്റുന്ന പെൺപിള്ളേരുണ്ട് ഈ ലോകത്ത്. അവരെ സംബന്ധിച്ചത് ഒരബദ്ധം പറ്റും, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ ഒരു അബദ്ധത്തിൽ എടുത്തു ചാടാതിരുന്നാല് ഒരു പരിധി വരെയൊക്കെ അവർ കല്യാണം കഴിച്ചാല് സമാധാനപ്പെടില്ല. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പല പിള്ളേർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പിന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതൊരു കാരണമാണ്. ശരിക്കും ഈ വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് സ്വയംഭോഗം ചെയ്താണെങ്കിലും നമുക്ക് നമ്മളുടെ വികാരങ്ങളെ കളയാവുന്നതേ ഉള്ളൂ. അതിനിപ്പോ നമ്മൾ ഒരു പുരുഷന്റെ കൂടെ പോയി കിടക്കണമെന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഈ തറവാടുകളിലൊക്കെ ആദ്യ രാത്രിക്ക് വെള്ള ബെഡ്ഷീറ്റ് ഇരിക്കും. ഇപ്പോഴും ഉണ്ട്. ആണോ? ഇപ്പോഴും ഉണ്ട്. അതായത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് നല്ല ഒരു സ്ത്രീ, അല്ലെങ്കിൽ മോശമായ ഒരു സ്ത്രീ. ബ്ലഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന പിള്ളേർക്ക് അങ്ങനെ ബ്ലഡ് വരണമെന്നില്ല. പക്ഷെ നമുക്ക് പേഴ്സണാലിറ്റി നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോഴും ആ ഒരു ഇത് നടക്കുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ അമേരിക്കൊന്നല്ലല്ലോ. നമ്മൾ ഇങ്ങനെ പോയിട്ട് പല ആൾക്കാരോട് പോയിട്ട് നമ്മൾ പിന്നെ ഒരു പയ്യനെ കല്യാണം കഴിച്ചു പോയി എന്നതിന് നമ്മൾ ഒരിക്കലും ഒരാളെ വിശ്വാസവഞ്ചന കാണിക്കരുത്. അവിടെയാണ് നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഇപ്പൊ എന്തൊരു കാര്യം ചെയ്താലും നീ ഇങ്ങനെ വന്നു വല്ലേടി എന്നുള്ള ചോദ്യം വരില്ലേ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്.
അപ്പൊ എല്ലാവരും അത് കണ്ടു നിൽക്കുക. കഴിച്ച ഒരു പുരുഷൻ്റെ കൂടെ പോയി കിടന്നാൽ മാത്രമല്ല നമ്മുടെ വികാരത്തെ അടക്കാൻ പറ്റുന്നത്, കല്യാണം കഴിക്കാത്ത പിള്ളേർ. പിന്നെ അത് നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കുന്ന നമ്മൾ ആരുമല്ല. എങ്കിലും ഈ സെക്സ് ബിഫോർ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും അത് തെറ്റാണ്. തെറ്റാണ്. അത് തെറ്റാണ്. തെറ്റാണ്. ശരിക്കും അത് തെറ്റായിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അതിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ആയിപ്പോയില്ലേ. ആയി പോകുന്നുണ്ട്. എല്ലാവരെയും പറയാൻ പറ്റില്ല, ചിലവരൊക്കെ. ഒരു 50% കൂടുതൽ അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഓരോരോ, അതായത് ഈ ഒരു 2K കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ. അങ്ങനത്തെ ഒരു ഫാഷൻ, ഈ ഫാഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ചേഞ്ചസ് വരികയാണ്. ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കുടുംബവുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം താങ്കളാണെങ്കിൽ പോലും ഒരു കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പം അമ്മയ്ക്കറിയാം, പെൺപിള്ളേരുള്ള അല്ലെങ്കിൽ നമ്മൾ മക്കളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ എന്താണെന്നും അവളുടെ ശരീരം കാണുമ്പോൾ എങ്ങനെയാണെന്നും അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ കൊച്ചി എങ്ങനെയാണ്, നല്ലതാണോ അഴുക്കാണോ എന്നുള്ളത് വീട്ടുകാർ തന്നെ പറയും. അല്ല, ഇതിനെ വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയിപ്പിക്കാതെ നല്ലൊരു ബന്ധങ്ങള്, നല്ലൊരു നല്ല പയ്യന്മാരെ കെട്ടി ജീവിക്കാനുള്ള ഒരു സ്വപ്നം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളാണ്, നല്ലൊരു പയ്യൻ വരെ എന്നെ കല്യാണം കഴിച്ചത്. കഴിഞ്ഞ നമ്മൾ അത്രയ്ക്ക് നല്ല പ്രീഷ്യസ് ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ആ വരുന്ന പയ്യനെ, കല്യാണം കഴിച്ച് വന്ന് പോകുന്ന, നമ്മൾ കൂടെ പോകുന്ന ആ പയ്യന് അത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ അച്ഛൻ നമുക്ക് പയ്യന് കൈപിടിച്ച് കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ കന്യാത്വം മുത്തിക്കൂടെ കൊടുക്കുക. അപ്പൊ അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം കീപ്പ് ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറാൻ. ശരിക്കും വിവാഹം വരെ ഈ പെൺകുട്ടി ഈ ഒരു വെർജിനിറ്റി കൊണ്ട് നടക്കണം, കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും എന്റെ ഒരു ഒപ്പീനിയൻ, അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പാണത്. അല്ലെങ്കിൽ ചതി എന്നുള്ളൊരു സംഭവം വരും. തീർച്ചയായും. നിങ്ങളിപ്പോ ഒരു പെൺകുട്ടി ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം സ്വത്തുണ്ട്, പണമുണ്ട്, ചിലപ്പോ അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ടാവും. എന്നാലും ഒരു ഒരു സംഭവം ഞാൻ കെട്ടിപ്പോയല്ലോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി. പിന്നെ നിങ്ങൾക്ക് ഇതെന്താണ് ഈ വെർജിനിറ്റി എന്നൊരു ടെസ്റ്റിങ്ങിനുള്ള ഒരു ചിന്താഗതി വരും. ഇതെങ്ങനെയായിരിക്കും, അല്ലേ? ശരിക്കും അപ്പൊ ഈ വെർജിനിറ്റി എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. അല്ല, ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾക്കല്ലാതെ അറിയാൻ പറ്റുമോ? അതിന് ശരിക്കും പറഞ്ഞ സയന്റിഫിക്കലി നമുക്ക് അറിയാൻ പറ്റും. ആമ്പിള്ളേർ പോയിട്ടുണ്ടോ എന്ന്. ഒരുപാട് സെക്സ് ചെയ്യുന്ന ആമ്പിള്ളേർക്കാണെങ്കിൽ അവരുടെ തൊലി, ഒരുപാട് ചെയ്യാത്ത ആമ്പിള്ളേരാണ് തൊലി മാറാൻ പാടായിരിക്കും. ഒരുപാട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊലി. പക്ഷെ ഇതൊക്കെ ഈ നേഴ്സ് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ. അതാണ്, മനസ്സിലാക്കാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വിവാഹം വരെ രണ്ടുപേരും ഈ സൂക്ഷിച്ചാൽ കൊള്ളാം. ഇപ്പൊ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെണ്ണുങ്ങൾക്കാണ് എല്ലാത്തിലും അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുള്ളത്. ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് അടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ എപ്പോഴും വെർജിനിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ കാര്യമാണ്. അത് ശരിക്കും ശരിയാണോ? അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയും തെറ്റും വേണമെങ്കിൽ വെർജിനിറ്റി കാണാം. വെർജിനിറ്റി എന്ന് പറയുന്നത് നമ്മള് താഴെ പെൺപിള്ളേർക്ക് യോനിഭാവം മാത്രമല്ല, ബ്രസ്റ്റും അവരുടെ ശരീരവും നമ്മളൊരാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല ഗ്ലോ ആയിരിക്കും. ഒരു ആണയെ തൊടാത്ത ഒരു പെണ്ണെന്ന് പറയുന്നത് നല്ല പൂമൊട്ട് പോലെ ഇരിക്കും. ഒരാണ് പിടിച്ച് ഉമ്മ കൊടുത്ത് പെണ്ണിന്റെ ബ്രസ്റ്റ് ഒക്കെ അമുക്കി കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിന് ഉടവ് വരും. നമുക്കറിയാൻ പറ്റും ഒരു പെണ്ണെന്താണ്, എങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കീപ്പ് ചെയ്യാം, നമ്മുടെ ബോഡി കീപ്പ് ചെയ്യാം. അത് മേഡം ഇപ്പൊ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിപ്പോ വേറെ ഏതെങ്കിലും, അതായത് ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെയാണെങ്കിൽ വിദേശികൾക്കാകാമല്ലോ. അമേരിക്കൻസ് ഒന്നും പോയ പെണ്ണുങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലാണ്. അവിടെ ഇത് നടക്കില്ലല്ലോ. ഇപ്പൊ നമുക്കിവിടെ എന്തുകൊണ്ട് നമുക്കൊരു സായിപ്പിനെ കല്യാണം കഴിക്കാൻ പറ്റും? നമ്മൾ നമ്മുടെ നാട്ടിലെ രീതികൾ ഫോളോ ചെയ്ത് പോകണം. നമ്മളിപ്പോ ബാംഗ്ലൂർ പഠിച്ചാൽ, മാഡം ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു, അവിടെ ഇതൊരു തെറ്റല്ല. അവിടെ അറബികൾ അങ്ങനെയല്ലല്ലോ. അറബികൾ അവർക്ക് ഇത് തന്നെയല്ലേ. അവരും അവരുടേതായിട്ടുള്ള കന്യാത്വത്തെ സൂക്ഷിച്ചാണ് അവര് നമ്മളെക്കാട്ടിലും ഭയങ്കര കയറിയാണ് അവർക്കെന്ന് പറയുന്നത്. അത് മതപരമായതുകൊണ്ടല്ലേ? മതപരമല്ല, ഓരോ രാജ്യത്തിലും ഓരോരോ രീതികളല്ലേ. അതല്ലേ അവര് നമ്മളെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അത് കീപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ്.
ശരിക്കും ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. അതിനെ പറ്റി എന്താണ്? റിലേഷൻ വെച്ചിട്ട് അവർ നമ്മൾ ആദ്യം അമ്മ അല്ലെങ്കിൽ മകനോട്, മകന് അമ്മയോട് വന്നത് ഇതിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ ഒരു സിനിമ അതിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻസെസ്റ്റിനെ പറ്റിയിട്ട്. അതായത് സ്വന്തം രക്തത്തിലോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെ ആയിട്ടുള്ള ബന്ധങ്ങൾ വരാറുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അത് കൂടി വരുന്നു. അത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. ആ ഒരു സിനിമ അത് കാണിച്ചത് ഭയങ്കര തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ റിലേഷനിൽ പെട്ട, അതായത് കസിൻസ് തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിച്ചാൽ തന്നെ ഇപ്പം ഞാനൊരു നേഴ്സായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. എങ്ങനെയായാലും അവർക്കുണ്ടാകുന്ന പിള്ളേർക്ക് ഒരു അംഗവൈകല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് മാമൻ. അത് സ്വത്ത് പോവാതിരിക്കാൻ. പക്ഷെ അവർക്കൊക്കെ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര പിള്ളേരുണ്ടാവും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്ട് വരുന്നത് ഉണ്ടാവും. അത് ശാരീരികമായിട്ടാണോ മാനസികമായിട്ടായിരിക്കും? മാനസികമായിട്ടുള്ളതുണ്ടാവും, ശാരീരികമായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഒരു ഇടയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് സ്വത്ത് വേറൊരു ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. അപ്പച്ചിയുടെ അമ്മാവന്റെ പക്ഷെ അത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. നമ്മള് ഈ പണ്ടുള്ള അല്ലാതെയും പക്ഷെ ഈ ഡിഫക്റ്റ് ഉണ്ടാവുന്നില്ലേ? അതുണ്ടാവും. ചില ആൾക്കാര് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അബോർഷൻ ചെയ്ത് ഇത് അതുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവും. പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ, ചില വീടുകളിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അവർ അംഗീകരിക്കുകയുള്ളൂ. ചിലർ പറയാറുണ്ടല്ലോ, അയ്യോ അത് വേണ്ട, കൂട്ടത്തിലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കണ്ട, അത് പിന്നീട് ഉണ്ടാകുന്ന മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാകും. മനസ്സിലായി? പണ്ടുള്ള ആൾക്കാർ അത് സംസാരിക്കാറുണ്ട്. അത് സത്യമായിട്ടുള്ള. അതുകൊണ്ടായിരിക്കും ഇവരിപ്പോ സ്നേഹിച്ച് വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചാലും സ്വന്തം കുടുംബാംഗങ്ങളെ സമ്മതിക്കാത്തത്. അതെ. ഇത് ശരിക്കും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് പറയും. ഇപ്പൊ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, അച്ഛന്റെ അമ്മയോ അല്ലെ അച്ഛന്റെ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഓ അത് എങ്ങനെയാ ശരിയാവുന്നേ, അത് ശരിയാവത്തില്ലല്ലോ. അതിന് ചിലപ്പോ ചില പഴഞ്ചൊല്ലുകൾ വെച്ചിട്ട് ഇവർ സംസാരിച്ച് അതിനെ പറയുന്നത് അത് ശരിയാവുന്ന രീതിയല്ല എന്ന് പറഞ്ഞ് ഓർക്കാറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും സെക്ഷൽ ആയിട്ട് സെക്ഷൽ ഹെൽത്ത് നമ്മൾ എന്തായാലും എപ്പോഴും നോക്കണമല്ലോ, അല്ലെ? അതിന്റെ ഒരു രീതി എങ്ങനെ ശരിക്കും പറഞ്ഞു? അതായത് ചോദിക്കുന്നത് വൃത്തി. അതെ അതെ അതെ, വൃത്തി മസ്റ്റാണ്. പ്രൈവറ്റ് ഏരിയ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, സ്മെല്ല് ഭയങ്കര. ഇവിടെ നമ്മൾ കഷമാണെങ്കിൽ പോലും താഴെയാണെങ്കിൽ പോലും ഇരിക്കുന്ന ഹെയർ എല്ലാം റിമൂവ് ചെയ്ത്. ചില ആൾക്കാരുണ്ട് രാവിലെ ഇപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകുന്നത് വൈകിട്ട് വന്നേ. ചിലപ്പോ അവര് അങ്ങനെ തന്നെ ആ ഡ്രസ്സിൽ തന്നെ കിടന്നുറങ്ങും. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ചില ആൾക്കാർ ഉണ്ട്. അല്ല, ഒരേപോലെ ചെയ്യേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇതൊരു പെണ്ണ് വന്ന് നമുക്ക് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയില്ലെങ്കിൽ അവള് വന്ന് നിൽക്കുമ്പോൾ തന്നെ അവള് ബോധം കിട്ടുകയും നിങ്ങൾക്ക് തന്നെ തോന്നാറില്ല. നിങ്ങൾ 2 പ്രാവശ്യം മൂത്രം ഒഴിച്ചിട്ട് 3-ാമത്തെ പ്രാവശ്യം നിങ്ങൾ മൂത്രം ഒഴിക്കാൻ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ സ്മെൽ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക്. ഇതേപോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് ഇതിപ്പോ ഉണ്ട്. അതായത് ഇപ്പോ പൈസ കൊടുത്തിട്ട് പോകാറുണ്ടല്ലോ ആളുകൾ. അത് നമുക്ക് സേഫ് ആണോ ശരിക്കും പറഞ്ഞല്ല? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാള് വന്ന് ചെയ്തിട്ട് പോയി, അടുത്ത ആളിപ്പോ വരും. അത് ഊരുന്നതിന് മുന്നേ തന്നെ അടുത്ത ആള് കൊണ്ടുവരുമല്ലോ. ഇത് ഇങ്ങനെയാണ്. ഇതൊക്കെ അസുഖം പറ്റുന്ന സംഭവമാണ്. അങ്ങനെ പോകുന്നതിന്റെ ഒരു പ്രധാന റീസൺ ആണ് ഈ കുടുംബത്തില് സെക്സ് കിട്ടാത്തതാണ്. അല്ല, അത് മാത്രമായിരിക്കും ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ മാത്രം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഇവർക്ക് ചെന്നിട്ട് ഇവരുടെ വൈഫിനോട് പറയാൻ പറ്റില്ല, എനിക്കിത് ബ്ലോ ജോബ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഭാര്യ ചെയ്തു തരുന്നില്ല. ചിലപ്പോ ഒരുപക്ഷെ ഇവൻ അതിനു വേണ്ടി മാത്രമായിരിക്കും ഒരു പെണ്ണിനെ സമീപിക്കുന്നത്. എന്റെ ഭർത്താവിന് അത് ഇഷ്ടമുണ്ട്, ഞാനത് ചെയ്യത്തില്ല, എനിക്കത് താല്പര്യമില്ല, എനിക്കത് സ്മെല്ലാണ്. എന്താണ് അവന്റെ പ്രൈവറ്റ് പാർട്ട് അവൻ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും. അതുപോലെ തന്നെ അവളെ അത് അവൻ പറഞ്ഞ് മനസ്സിലാക്കണം, എടി എനിക്കിതാണ് സുഖം, എനിക്കിത് ചെയ്തു തരണം. അങ്ങനെ പറയാനുള്ള ഒരു കഴിവും അത് പറയാൻ അവളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇതിനുണ്ടാവണം. അതുപോലെ തന്നെ അവനോട് എനിക്കിത് ഇങ്ങനെയാണ് ചേട്ടാ എനിക്ക് ചെയ്യേണ്ടത്, എനിക്കല്ലാതെ എനിക്ക് സുഖം കിട്ടുന്നില്ല അവളും പറയാനുള്ള ഒരു ഇത് അവൾക്കുണ്ടാവണം. എനിക്ക് മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അവന്റെ വഴിക്ക് പോകും. ഈ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പല രീതിയിലായിരിക്കും, അല്ലെ? അതിപ്പോ ശരിക്കും അത് കൂട്ടാൻ അല്ലെങ്കിൽ കൂടി നിൽക്കുന്നവർക്ക് കുറയ്ക്കാനും അങ്ങനെ ശരിക്കും ഇതിനൊരു
ഡിഫോൾട്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടോ? ചില പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റാണ് എന്റെ ഭർത്താവ് ചിലയിടത്തു നിന്നൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് ചില കൂട്ടുകാരികൾ പറഞ്ഞിട്ട് വരും, എന്റെ ഭർത്താവ് ഇങ്ങനെ 20 മിനിറ്റാ ചെയ്തത്, എന്റെ കൊണ്ട് എനിക്ക് 1 മണിക്കൂർ ചെയ്തു തന്നു. ചിലപ്പോ ഇത് അവിടെ അതൊന്നും ഉണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും, ഇവിടെ ഇളക്കാൻ വേണ്ടി പറയാം, കാരണം ഇവിടെ കാര്യങ്ങൾ അറിയണം. അപ്പൊ ഇപ്പുറത്ത് വെക്കുന്ന പുള്ളിക്കാരത് ആ ഒരു സത്യമായിട്ട് എന്തൊക്കെ ചെയ്യും, എനിക്ക് അങ്ങനെ ചെയ്തത്, എനിക്ക് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ അങ്ങനെ. അപ്പൊ ചെന്നപ്പോ തന്നെ നൈറ്റ് ഇട്ടുണ്ട്, ഞാൻ അടുക്കള നിൽക്കാൻ ചേട്ടൻ വന്നെ കെട്ടിപ്പിടിച്ചു എന്റെ കാതിലൊക്കെ അങ്ങോട്ട് ഉമ്മാശ, എനിക്ക് ഭയങ്കര കുളിരായിരുന്നു. ആണല്ലേ, സത്യമാണല്ലേ, ഓ എനിക്ക് വീട്ടിൽ കിടന്ന കാലമാണ്, ഇതൊന്നും ചെയ്തു തരത്തില്ല, എപ്പൊ കണ്ണുനേരം ഇവിടുന്ന് പോയാൽ പിന്നെ വീട്ടിൽ ചെന്ന് മീൻ വെട്ടുന്നു, കറി വെക്കുന്നു, കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് അങ്ങേര് കിടന്ന് ഉറങ്ങി കാണും. ഇങ്ങനെ കിഴങ്ങെ ഇങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ ലോകത്തുള്ളത് മൊത്തം. മൊത്തം പറഞ്ഞില്ല, ചുരുക്കം ഭൂരിഭാഗം ആൾക്കാർ. സത്യം പറഞ്ഞ ഒരു പുരുഷന് ടയേർഡായിട്ട് വന്നാലും കുളിച്ചിപ്പം വന്ന് കിടക്കുന്നു, നമ്മൾ പോയി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിച്ചിട്ട് നമ്മൾ വന്ന് അടുത്ത് കിടന്നിട്ട് എനിക്ക് വേണം, നമുക്ക് ചെയ്യാം, ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കും എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന ഒരു സുഖം, അവന് ടയേർഡ് ആണെങ്കിൽ പോലും അവൻ എഴുന്നേറ്റ് അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവർ കിടക്കും. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എന്റെ പുരുഷൻ 5 മിനിറ്റ് എനിക്ക് അതിന് സമയത്തിറക്കിയും വരുന്നുള്ളൂവെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം. ഇവളത് പറയണം, ചേട്ടാ അത് മതി, ചേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തിയാണ്. അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവുക. ഇവര് വേറെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ അവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ചില പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് മറ്റവള് ഇത് കേട്ടിട്ട് അവത്തോട് ഇത് മനസ്സിലിരിക്കും, പക്ഷെ പറയില്ല, ഇവളിങ്ങനെ പറഞ്ഞിട്ടാണെന്ന് പറയില്ല. അപ്പൊ പുള്ളിക്കാരി പറയും, നിങ്ങളെ കൊണ്ട് ഒരു കഴിവിന് ഒന്നിനും കൊള്ളത്തില്ല, കിഴങ്ങനെ ഇങ്ങനെ ഒരു കഴിവ് കെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ കേൾക്കുമ്പോൾ മാനസികമായിട്ട് ആണുങ്ങളും കേൾക്കും. അങ്ങനെയാണ് ഡിവോഴ്സ് ഒക്കെ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ നല്ലത്? പക്ഷെ ഒരു പരിധി വരെ ഇവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇതൊന്നും പറയില്ല. അല്ലെങ്കിൽ കറി വെന്തു കൂടിപ്പോയി, അല്ലെങ്കിൽ കറിയിൽ ഉപ്പില്ല, അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കില്ല, വഴക്കുണ്ടായി, അല്ലെ കൊച്ചിനെ ഇങ്ങനെ ആക്കി, കൊച്ചു 2 ഉണ്ടായി പോയി. ഇത് ഉണ്ടാകുന്ന വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഉണ്ടാകുന്ന വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ. അത് കഴിയുമ്പോൾ എന്താണ്, ഫാമിലി പ്രശ്നങ്ങൾ കൂടുന്തോറും കുടുംബത്തിൽ ഭാര്യ ഭർത്താവുള്ള ആയിട്ടുള്ള സെക്സിന്റെ റിലേഷൻ കുറയുക ചെയ്യുന്നത്. അവിടെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പെണ്ണുങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണമെന്നത് അവർക്ക് കൊടുത്താൽ വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ കുടുംബ കോടതിയിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ പറയുമ്പോൾ ഇവരാരും പറയത്തില്ലല്ലോ, കെട്ടിയൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം, അല്ലെ എനിക്ക് കെട്ടിയൻ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് സുഖം ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രശ്നം. ഇതൊന്നും പറയില്ല. പറയും ഒന്നി അവൻ ജോലിയില്ലെന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അവളെ ശരിയല്ലെന്ന് പറയും. ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ആ കുടുംബം ബന്ധം നാനാ വഴിക്ക് പോകും. പിന്നെ ഇപ്പൊ അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, ലവ് മാരേജ് ഉണ്ട്. ലവ് മാരേജ് എന്നുള്ള ഒരു സംഭവത്തിൽ, ഇല്ലെങ്കിൽ ലവ് എന്നുള്ള സംഭവത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിട്ട് ഒരു 2, 3, 4, 5 വർഷം ഉണ്ടാവും. മേഡം ആദ്യം പറഞ്ഞു വിവാഹത്തിന് മുമ്പുള്ള ഇത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോ ഇവര് 18 വയസ്സ് മുതൽ ചിലപ്പോൾ പ്രേമിക്കുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോ ഈ ഒരു സെക്സ് എന്നുള്ള ഒരു സംഭവം എങ്ങനെയാണ്? അതിന്റെ പറഞ്ഞ ഭയങ്കര കോമഡിയാണ്. ഇവര് പ്രേമിക്കുമ്പോ ചക്കര അതേപോലെ ഭയങ്കര സ്നേഹമായിരിക്കും. ചിലത് തുടക്കത്തിലെ അടിച്ചു പിരിയും. ഇവൻ കുറച്ച് സ്വാർത്ഥതയുള്ളവനായിരിക്കും, അവർക്ക് ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല, അവള് കുറച്ച് ഫ്രീ മെന്റാലിറ്റി ഉള്ളവളായിരിക്കും. നീ ഇന്നാരെ വിളിച്ച്, അല്ലെങ്കിൽ പുള്ളിക്കാരി ചോദിക്കും നീ ഇന്നാരെ വിളിച്ച്, നീ അങ്ങനെ ഇങ്ങനെ, അത് അവിടെ നിന്ന് ചിലപ്പോൾ ഫ്ലോപ്പായി പോകും. ചില ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ടും രണ്ടുപേരും കൂടെ ഒരു കുഴിയിലെ ചാടുള്ളൂ, ചത്ത് പോകുന്നുള്ള രീതി വന്നിട്ട് ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് ആദ്യത്തെ ഒരു വർഷമൊക്കെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകും. വീട്ടിൽ വന്നിട്ട് കുടുംബ ബന്ധങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പൈസയും മൂല്യമുണ്ട്, പൈസയുടെ ഇത് കുറയും. അവൾക്ക് ചുരിദാർ വാങ്ങിക്കണം, അവൾക്ക് മേക്കപ്പ് സെറ്റ് വാങ്ങിക്കണം, അങ്ങനെ വാങ്ങിക്കണം, ഇങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവന് കിട്ടുന്ന ശമ്പളം അവർക്ക് തികയുന്നുണ്ടാവില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്കിടയിൽ പിന്നെ 2 മുറിയിലായി ഉറക്കം, ഇത് വേണ്ടായിരുന്നു എന്ന് പറച്ചിലായി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായി, അത് അടിച്ച് പിരിഞ്ഞു. പിന്നെ ചിലതുണ്ട് കല്യാണം കഴിക്കുന്നത് ചിലപ്പം ഇതിന് മുന്നേ ഉള്ള റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ ആയി, എന്തെങ്കിലും പ്രശ്നങ്ങളായി കഴിയുമ്പോൾ ഇവളെ എങ്ങനെയും കെട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിയും. അതൊന്നും എങ്ങും ചെന്നെത്തില്ല. മനസ്സിലാകുന്നു? ഇതൊന്നും അല്ലാണ്ട് നമ്മൾ വീക്ഷിക്കുക, ഒരാളുടെ സ്വഭാവം എന്താണ്, തന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക, അതുപോലെ താൻ എന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ഒരു റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. നമ്മൾ പരസ്പരം താൻ എന്താണെന്ന് മനസ്സിലാക്കുക, താൻ ഞാനിത് ആവശ്യം, ഇതെനിക്ക് ചിലപ്പം
എന്റെ ലൈഫിൽ എനിക്ക് നല്ലതായിരിക്കും, എന്റെ ഒരു എനിക്കൊരു പങ്കാളിയായിട്ട് വന്ന് നല്ലതായിരിക്കാം, അങ്ങനെ മനസ്സിലാക്കി കിട്ടുവാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് അതല്ല, അതിപ്പോ ലവ് ആയിട്ട് ഇരിക്കുമോ പറഞ്ഞത്, അത് വിവാഹത്തിന് മുമ്പ് ലവ് മാത്രമേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല, താലി കെട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് തെറ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ, തെറ്റാണ്. എന്നാലും അത് തെറ്റ് ഇതെല്ലാം തെറ്റാണ്. ഇപ്പൊ നീ പറയുന്നതും തെറ്റാന്ന് പറയും എല്ലാവരും. പക്ഷെ ഞാൻ ഈ പറയുന്നത് എനിക്ക് കേട്ട് കഴിഞ്ഞാൽ പറയും, ശരി ഇത് എവിടൊക്കെയോ എന്തൊക്കെയോ പൊള്ളിച്ച് പറയുന്നത്, എന്നെയാണോ ഉദ്ദേശിച്ചെന്നുള്ള ചിന്താഗതി വരും. പക്ഷെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് ആവുന്നത് ഈ ഒരു ആഗ്രഹം കൊണ്ടുകൂടി ഉണ്ടാവില്ല സെക്സ് അതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എന്താണ് ആഗ്രഹം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞാല് ലവ് എന്നൊരു സംഭവം. ലവ് എന്താണ്? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേര് ഈ അവിടെ ഇവിടെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഹോസ്റ്റലിലൊക്കെ വന്നിരിക്കുന്ന പിള്ളേരെ ചേർത്ത് പയ്യന്മാരെ ഞാൻ ഇതുവരെയൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്, വൈകിട്ട് ഒരു 6 മണി കഴിയും ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ കാണും. പിന്നെ ഈ മസാജ് സെന്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അവര് തന്നെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്, പിടിച്ചില്ല ഉമ്മ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടാൽ പോലും ഇവർക്ക് അതിൽ പ്രശ്നമില്ല. ഇവർക്ക് അതിൽ പ്രശ്നമില്ല. ഒരു പ്രാവശ്യം എന്റെ അമ്മ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്ത് നിന്നുണ്ട് ഒരു പെണ്ണും ചെറുക്കനെ കെട്ടിപ്പിടുത്തം തന്നെ കെട്ടിപ്പിടുത്തം, പിന്നെ ഉടുപ്പിനകത്ത് ഇവിടെ കൈകേറ്റിലായി എന്നാ പ്രായമുള്ള ആൾക്കാർ കണ്ടു, അല്ലെ വേറൊരു വ്യക്തി കാണുന്നു, അങ്ങനൊന്നും ഒരു നാണക്കേടും ഇല്ലാത്ത പിള്ളേരെ ഇപ്പോഴത്തെ കാലത്ത്. നമ്മളുള്ള പല പാർക്കുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ, പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പടമൊന്നും എടുത്ത് കാണേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഉണ്ട്. അത് ഇപ്പൊ നമ്മൾ പോലീസുകാർ ചോദിക്കുമ്പോ സദാചാരമായി അല്ലെ, പ്രശ്നമായി, എല്ലാം ഉണ്ട് പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ വരും. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണുന്നവര് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് എല്ലാം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് പോലെ അല്ല നമ്മള്, അതായത് അല്ലെ വീഡിയോയിൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഇതുവരെ ഞാൻ സത്യം പറയാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മാഡം ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്തിട്ട്. അല്ലാതെ കുറെ ആളുകളുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അവരെല്ലാം വെറുതെ വന്ന് നിന്ന് പറയുന്നു, അത് കാണുന്നവരാണ്. പക്ഷെ മാഡം ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരുപാട്. ഒരു പ്രാവശ്യം ഞാൻ വൃത്തിയെ പറ്റി പറഞ്ഞതാ, ചില പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞ ഈ കുടുംബം തകർത്തു വിടുന്നു. അപ്പൊ ഞാൻ പറയുന്നതിലാണ് കുഴപ്പം, അവര് പ്രവർത്തിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലേ. അപ്പൊ ഞാൻ എന്താണ് അല്ലെ ഇവളെന്താണ് ഈ പറയുന്നത്, ശരിയാണ് ഞാൻ അങ്ങനെ അല്ലല്ലോ, ശരിയാ, അപ്പൊ ഇങ്ങോട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയാലും കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവരുടെ കുടുംബത്തിൽ. പിന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ സംശയമാണ് സൈസ് ഓഫ് സ്റ്റാമിന എന്നുള്ള സംഭവം. അതിനെ പറ്റിയിട്ട് എന്താണ്? തീർച്ചയായിട്ടും ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, പിള്ളേർ കല്യാണം കഴിക്കാത്ത ചെക്കന്മാര്, അതായത് +18 ആണ്, അതിന് താഴെയുള്ളതൊന്നും ഞാൻ എടുക്കാറില്ല. കല്യാണം കഴിക്കുമ്പോ ചേച്ചി എന്റെ കല്യാണം, ചേച്ചി എന്റെ പെനിസിന്റെ സൈസ് ചേർക്ക, ചേച്ചി അല്ലെങ്കിൽ എന്റെ വലുതാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, പെർഫോമൻസിലാണ് കാര്യം. ചെറുപ്പ വലുപ്പത്തിൽ ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെയാണ് ഫോർപ്ലേ ചെയ്ത് പെണ്ണിനെ നോക്കുക, അതിലാണ് ഇൻസേർട്ട് ചെയ്തിട്ട് ഉള്ള കളിയിൽ വലിയ കാര്യങ്ങളില്ല. നമ്മള് ബോഡി പാർട്ടിൽ എങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുന്നു, എങ്ങനെ അവൾക്ക് സുഖം കിട്ടുന്നു, അതിലാണ് കാര്യം. അപ്പോൾ ഈ സ്റ്റാമിന എന്നുള്ളത്, സ്റ്റാമിനയൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഭർത്താവിന്റെ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്റെ സ്നേഹമാണ്. അത് ഓരോ ആൾക്കാരെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇറിറ്റേറ്റഡ് ആണ് എപ്പോഴും അതില്, പുള്ളിക്ക് ചെയ്യണമെന്ന് തോന്നില്ല, പുള്ളിക്ക് ടൈം കിട്ടുന്നു. പിന്നെ ചില പിള്ളേരുണ്ട് എപ്പോഴും ഇതിൽ പിടിച്ച് സ്വയംഭോഗം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പോകുന്നു. എല്ലാത്തിലും നമ്മുടെ മനസ്സിന്റെ ദൈർഘ്യവും മനസ്സിന്റെ ബലവുമാണ് എല്ലാത്തിലും. മനസ്സാണ് നമ്മുടെ എല്ലാം, അല്ലാതെ ചെറുപ്പത്തിലോ. പിന്നെ അതിൽ തന്നെ ലെങ്ത്, തിക്നെസ്, അങ്ങനെ ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞ നീളമുള്ളതും വണ്ണമുള്ളതും എല്ലാം ഓക്കെ. ചില പെണ്ണുങ്ങൾ പറയും വണ്ണമുള്ളതാ എനിക്കിഷ്ടം, ചില പെണ്ണുങ്ങൾ പറയും നീളമുള്ളതാ ഇഷ്ടം. നമ്മൾ സ്വീകരണം വെച്ചാൽ നമുക്ക് എല്ലാം ആസ്വാദ്യകരമാണ്. ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെ, അതിലെത്തിക്കാൻ ഒരു പുരുഷന്റെ കഴിവെന്ന് പറയുന്നത് അതിലാണ് ഏറ്റവും വലുത്. അവൾ ഒരു പെണ്ണിന് ഏതാണോ ഇഷ്ടം അതിനെ ഞാൻ പറയും പരസ്പരം സംസാരിക്കണം. എനിക്ക് എന്തൊക്കെ ചെയ്താലും ഇഷ്ടം, അല്ലെ അവള് തുറന്നു പറയണം, എനിക്കിങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഹസ്ബൻഡോട് തുറന്നു പറയും, എനിക്കിങ്ങനെ വേണ്ടി ഇങ്ങനെ വേണ്ടി.
പുള്ളിക്ക് ആവശ്യമുള്ള പുള്ളിക്ക് തുറന്നു പറയാൻ എനിക്ക് ശകലം മടിയൊന്നും. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചോദിച്ചു ചെയ്തു കൊടുക്കും. അങ്ങനെ ചോദിക്കും. ഞാൻ അങ്ങനെ ചോദിക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. അങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചോദിച്ച് നമ്മൾ ചെയ്യുമ്പോൾ രസമാണ്. പിന്നെ ചില ആൾക്കാര് ഡ്രിങ്ക്സ് അടിച്ചു അത് ഓരോരുത്തരുടെ ഹാബിറ്റ്, അതൊക്കെ അവരുടെ ഇഷ്ടം, പേഴ്സണൽ കാര്യം. അടിച്ച് ചെയ്യുമ്പോൾ പ്രത്യേക സുഖം, ചെയ്യാത്ത പെണ്ണുങ്ങളുണ്ട്. പിന്നെ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഉപബോധ മനസ്സിൽ നമുക്ക് മൈൻഡ് ഔട്ട് ആയിട്ട് ചെയ്യുമ്പോൾ അത് വേറെ സുഖം. ഡ്രിങ്ക്സിന്റെ കാര്യത്തിൽ നോക്കി അല്ലാതെ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്ത് അത് തെറ്റാ. ഞാൻ അങ്ങനത്തെ എന്നോട് പ്രോത്സാഹിപ്പിക്കില്ല. അതൊക്കെ തെറ്റാണ്. അതൊക്കെ ചോദിച്ചാൽ പിന്നെ ഇവർ ചെയ്തു കൂട്ടുന്നതൊന്നും അറിയില്ലല്ലോ ആർക്കും. അതെ, അതായത് ഈ റിലേ കട്ടായിട്ട് പിന്നെ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ട് ചിലപ്പം പിച്ചാന്ത് വരെ ചിലപ്പോൾ വേണമെങ്കിൽ സാന്തി കുത്തിക്കരണോന്നൊക്കെ അവരെ തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ അല്ലയോ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്. എന്തിനാണ് അതിന്റെയൊക്കെ ആവശ്യം? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് പണ്ടൊക്കെ എങ്ങനെയാണ് നോർമലായിട്ടുള്ള സെക്സ് ചെയ്ത് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് കെട്ടുവെപ്പുണ്ട്. അല്ലാതെ ഇപ്പൊ കുറെ ഫാന്റസീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ കുറെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതല്ല. അതൊക്കെ ഓരോ അവരുടെ ഇവര് വിചാരിക്കുന്ന മാനസികമായിട്ട് വിചാരിക്കുന്നതാണ് എന്റെ പെണ്ണിനെ ഇങ്ങനെ തൃപ്തിപ്പെടുത്തിയാലേ പറ്റുള്ളൂ എന്ന്. ഒരു കണക്കുവാൻ ഇവരുടെയൊക്കെ ഒരു മിഥ്യയാണ്, ധാരണയാണ്. അങ്ങനെ എനിക്ക് ഇവളെ ഇങ്ങനെ ചെയ്താലേ അവൾക്ക് പറ്റുള്ളൂ. അതാണ് പറയുന്നത്. പരസ്പരം സംസാരിക്കണം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് മനസ്സിലാവണം. അതിലാണ് വിജയം. അപ്പോഴേക്ക് ആ ആളുടെ ഒരു ആഗ്രഹം ഇതാണ്, അപ്പൊ നമ്മളത് നടത്തി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. അത് നിങ്ങൾ ബാധ്യസ്ഥരാണല്ലോ, നടത്തണമല്ലോ. എന്നുവെച്ചാൽ തെറ്റായതാണ് ഇതല്ല, നാച്ചുറലായിട്ട് ചെയ്യുന്നു, പ്രകൃതിദത്തമായ ഒരു സംഭവമാണ് സെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം അതിൽ ഈ പറയുന്ന പോലെ മറ്റുള്ള സാധനം ലഹരി അല്ലെങ്കിൽ മെഡിസിൻസ് ഇതെല്ലാം അതൊക്കെ തെറ്റാണ്. അല്ല പിന്നെ ഒരു ഡോക്ടർ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, നിങ്ങളുടെ സാധനം പോകുന്നില്ല, നീ ഇത് ഈ ഒരു സംഭവം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ തരുവാണെങ്കിൽ ഓക്കെ. അല്ലാതെ നമ്മൾ സ്വയം ഇത് ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കണക്ക് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ മനസ്സിലെ തെറ്റായ ധാരണകളാണ്. ഇങ്ങനെ ചെയ്താലേ പറ്റൂ, അങ്ങനെ ചെയ്താലേ പറ്റൂ എന്നൊക്കെ. ശരിക്കും ബെസ്റ്റ് ടൈം ഫോർ ഗെറ്റിംഗ് പ്രഗ്നന്റ് എപ്പോഴാണ്? ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളി കമഴ്ത്തുക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഹോർമോൺസിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവര് എപ്പോഴും ഞാനത് പറയാനെ കൊണ്ട് ഞാനൊരു ഡോക്ടർ അല്ല സംസാരിക്കുന്നത്. അവർക്ക് ഇപ്പം ഉണ്ടാകാത്ത ഇപ്പം പ്രഗ്നൻസി ആവാത്ത ആളുകൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു കൊടുക്കും ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ ടൈം വേരിയന്റ് വെച്ച് ഇവർ പോയി കഴിഞ്ഞാൽ അതിനുള്ളത് മെഡിസിൻ കൊടുക്കും. ആ മെഡിസിനും അവരുടെ രീതികളും ഇങ്ങനെയൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ഡോക്ടർ പറയും. അതനുസരിച്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് വിശ്വാസിയാണോ? ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ മെഡിക്കൽ അസിസ്റ്റൻസ് ആണോ നേടേണ്ടത്, അതോ ഈ പറയുന്ന പോലെ നമ്മൾ അമ്പലങ്ങൾ കയറി ഇറങ്ങി അല്ലെങ്കിൽ പല പൂജാരിമാരെ കണ്ട് ഇതിൽ വല്ല കാര്യമുണ്ടോ? ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പകുതി മെഡിസിൻ, പകുതി നമ്മുടെ മനസ്സ്, പിന്നെ ബാക്കിയുള്ളത് ദൈവം, പിന്നെ ബാക്കിയുള്ള നമ്മുടെ കുടുംബം, എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന സംഭവമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്നുള്ള സംഭവമാണ്. അല്ല STDs ഒരുപാടുണ്ട്. അതിന്റെ ഒരു എങ്ങനെയാണ് അത് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് വരാതെ എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുക? കൂടുതലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് റിലേഷന് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോകുന്ന ആൾക്കാര് മാക്സിമം കോണ്ടം യൂസ് ചെയ്യുക, പിന്നെ ലിപ്റ്റൊക്കെ താഴെയൊക്കെ സക്ക് ചെയ്യുന്നല്ലേ. നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. അപ്പൊ അതിനെ എനിക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. പോവാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പോവാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലവരുടെ ആഗ്രഹം അതായിരിക്കില്ലോ. അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളടത്ത് പോയിട്ട് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് പാർട്ണറെ വിശ്വസിക്കണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് സ്പാ സെന്റർ അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടൊക്കെ എന്ത് സേഫ്റ്റിയാ ഉള്ള? എത്ര ആൾക്കാർ വരുന്നേ. നമുക്ക് വികാരം ഉണ്ട്, പക്ഷെ അത് അടക്കാൻ നമുക്കറിയണം. വികാരത്തെ അടക്കാതെ നമ്മൾ ഭ്രാന്ത് പിടിച്ച് പോയി കേറിയിട്ട് അസുഖം പിടിച്ചു വന്ന നമ്മുടെ ലൈഫേ തൊലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. വേണം ആവശ്യത്തിന്. ഒരുപാടായി കഴിഞ്ഞാല് ശരിക്കും ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വേണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് സെക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരു രോഗമാണ്. ശരിക്കും അതൊരു മാനസിക രോഗമല്ലേ? തന്റെ ഭാര്യനെ താൻ കൊണ്ടുപോയി
ഞാൻ എന്റെ ഭർത്താവ് കപ്പിളായിട്ട് താൻ തന്റെ ഭാര്യനെ കൊണ്ടുവന്ന് എന്റെ ഭർത്താവിനും കൊടുത്ത് എന്റെ ഭർത്താവ് തനിക്ക് തരുന്നത് അതിന് പിന്നെന്തോ പറയണ്ടേ, അതിലെന്ത് സുഖമാണ്. അല്ലാതെ ചിലപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ വന്ന് എന്താ പറയുന്നത് കുറച്ച് സഖി ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പുള്ളിക്ക് ഇഷ്ടമായിരിക്കും. ചില പെണ്ണുങ്ങൾ ഇത് കൊടുക്കൂല. അപ്പൊ എന്ത് ചെയ്യും ആളുകൾ? സ്വാഭാവികമായിട്ടും അവരുടെ ആഗ്രഹങ്ങളാണ്, അവർക്ക് കുറെ ഫാന്റസീസ് ഉണ്ടാവും. ഫാന്റസീസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പം പുറകെ കൂടെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവും. ചിലപ്പോ അവർക്ക് അതായത് നല്ലൊരു സഖി ചെയ്യുന്നതിനോട് താല്പര്യം. ചില പെണ്ണുങ്ങൾ അത് കൊടുക്കൂല. കാരണം വെച്ചാൽ എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്ന ആരെയാണ്, എന്റെ ഭാര്യ അത് തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് പോകാതെ എനിക്ക് എന്താണ് അങ്ങനെ വരുമ്പോ എന്ത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്? അതായത് ഇവരെ കൺവിൻസ് ചെയ്യാണോ ചെയ്യേണ്ടത്? അവരെ കൺവിൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നമ്മള് ഒന്നാമത്തെ കാര്യം, ഒരു ഭാര്യ നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭർത്താവിന് എന്താണോ ഇഷ്ടം, അല്ലെ ഭർത്താവ് ആ ഭാര്യക്ക് എന്താണോ ഇഷ്ടം, രണ്ടുപേരും കൂടെ സംസാരിക്കണം. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വേണ്ടിയത്. ആദ്യം രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് പരസ്പരം ഒരു ധാരണയായിട്ട് അവരുടെ മനസ്സെന്താണ്. ഇപ്പൊ നമ്മള് വീട്ടുകാര് ആലോചിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു രാത്രിയാവും നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. പരസ്പരം ഇഷ്ടാനുസരണം ഇഷ്ടക്കേടുകൾ സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മനസ്സുകൾ തമ്മിൽ അടുത്ത് സംസാരിച്ച് ഓപ്പൺ മൈൻഡിലാവണം. അപ്പോഴാണ് ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം സുഖം ഉണ്ടാവും എന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുള്ളൂ. ഇതിനൊരു പോംവഴി കിട്ടിയില്ല, അല്ലെ എൻഡിങ് കിട്ടിയില്ല. രണ്ടുപേർക്കും അവരുടെ ഒരു ആൾക്കാരാണ് കപ്പിൾസ് ആയിട്ട് പോകുന്നതും ഡിവോഴ്സ് ആവുന്നത്. അപ്പൊ ശരിക്കും അത് ഡിവോഴ്സ് ആവുന്നതാണോ നല്ലത്, അതോ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതാണോ? ഒരിക്കലും അല്ല, സഹിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഒരു ഭാര്യ ഭർത്താവിനെ അറിഞ്ഞു, ഭർത്താവ് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സഹിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ കുടുംബ ബന്ധങ്ങള് അല്ലെങ്കിൽ സമൂഹം എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇത്രയും ആർഭാടമായിട്ട് കല്യാണം നടത്തി അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോ ചിന്തിക്കുമ്പോ ഇവർ അഡ്ജസ്റ്റ് ചെയ്തല്ലേ ജീവിക്കുള്ളൂ. ഈ ചിന്ത വരുന്നത് സംശയം തീർക്കാനാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ എല്ലാം മനസ്സിലായോ? അത് ഇരുത്തി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഓരോ സ്പോട്ട് സഹിതം. ഞാൻ ചിലപ്പോ ഞാൻ അത് പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ ഓരോന്ന് കാണിച്ചു തരം കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയും ഇവൾക്ക് എന്തോ കാമഭ്രാന്താണോ? എനിക്ക് കാമഭ്രാന്തല്ല, എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ ഭയങ്കരമായിട്ട് ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ക്ലാസ് കൊണ്ട് കാര്യമുണ്ടോ, അതോ അതിനെന്താണ് ഒരു പോംവഴി ശരിക്കും പറഞ്ഞത്? ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. പിള്ളേര് അത് 18 വയസ്സ് വരെ ആവാത്ത പിള്ളേര്. അല്ല, 18 വയസ്സ് ഞാൻ അങ്ങനെയുള്ള ഒരു സംഭവം എടുക്കാറില്ല. 18 വയസ്സ് 10-25 വയസ്സുള്ള പിള്ളേര് എന്നോട് ചോദിക്കും, എനിക്ക് എന്റെ അമ്മേനെ കാണുമ്പോൾ വികാരം തോന്നുന്നു ചേച്ചി. കേരളത്തില് ഈ പറയുന്ന സംസ്കാരവും എന്താ ചേച്ചി, അതെന്താ ശരിക്കും അതെന്താ? പാരന്റിങ്ങിന് കുഴപ്പമായിരിക്കും. ആ കുഴപ്പമുള്ള ആൾക്കാരും ഉണ്ട് ഈ സമൂഹത്തിൽ. കാരണം ഒരമ്മ മകനോട് എങ്ങനെയാണ്, നമ്മൾ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മകനാണെന്നും ഇത് അമ്മയാണെന്നും ബോധം ഈ കസേരയിരിക്കുന്ന എനിക്ക് പോലും ഉണ്ടാകും. നമ്മള് ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, മകനുണ്ട്, ഇപ്പം മക്കളുണ്ട്. പക്ഷെ ഒരമ്മ മകന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവര് ചിന്തിക്കണം. മനസ്സിലായോ? മകൻ ഒരമ്മയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവൻ ചിന്തിക്കണം. അതിനെയാണ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഞാൻ സംസാരിക്കണം. എനിക്ക് സംസാരിക്കാൻ ആദ്യം നിനക്ക് ബോധം വരണം നിന്റെ അമ്മയാണെന്നുള്ളത്, പിന്നെ അമ്മയ്ക്ക് ബോധം വരണം അതെന്റെ മകനാണെന്നുള്ളത്. അതിന്റെ അച്ഛൻ നിസ്സഹായനാണ്, അച്ഛനെ ഒന്നും അറിയുന്നുണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അതായത് ഇപ്പൊ അമ്മയോട് ഇപ്പൊ ആഗ്രഹം വരുന്നു അല്ലെങ്കിൽ താല്പര്യം വരുന്നു, ഇത് തിരിച്ചുണ്ടാവില്ല ചിലപ്പോ അമ്മയ്ക്ക് മകനോട്. തീർച്ചയായിട്ടും അതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയേണ്ടത്. ശരി, മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാത്തിനെയും മനസ്സിൽ നിന്നുള്ള എന്താ നമുക്കൊരു അറിവ് പകർന്നു കൊടുക്കുകയാണ്. എന്താ ഇതൊക്കെ തെറ്റാണ്. നമ്മൾ നമ്മുടെ കുടുംബം എന്താ പറഞ്ഞ ബലമുള്ളതാക്കണം, ഭാര്യ ഭർത്തൃ ബന്ധം ബലമുള്ളതാക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരും. മക്കളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതേപോലെ ഞാനിപ്പോ പബ്ലിക് ഒപ്പീനിയൻ ഒരു ചാനലാണ് നമ്മൾ, അപ്പൊ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്സ് ബിഫോർ മാരേജ് എന്നുള്ളൊരു സംഭവം. അതിനെപ്പറ്റി എന്താണ്? പണ്ടൊക്കെ
നമ്മുടെ എന്താ പറയുന്ന ഒരു എന്റെ ഒരു സമയകാലം തൊട്ട് നമുക്ക് ഏഹ്, എന്താ കല്യാണം കഴിക്കുമ്പോൾ അതിനകത്ത് പുതുപ്പെണ്ണ് പുതുച്ചക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു ഈ രതിമൂർച്ച എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് അറിയാവുന്നത്. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേരെന്ന് വെച്ചാൽ ഇതെല്ലാം ഇതിനു മുന്നേ ഇവരിതെല്ലാം കഴിഞ്ഞിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഇതിനകത്തിലൊക്കെ ഒരു പുരുഷൻ പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മൾ പുതുപ്പെണ്ണായിട്ട് പോകുമ്പോൾ ആ പയ്യൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട് ആദ്യത്തെ രാത്രിയിൽ വെർജിനിറ്റി. വെർജിനിറ്റി. അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് അവന്റെ ഒരു സ്വപ്നമാണ്. ഇവള് അങ്ങനെ ആയിരിക്കണം ഉള്ളത് ഇവളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അതിന് ഓരോരോ റിലേഷൻഷിപ്പിൽ ഓരോ പെൺപിള്ളേർ ചെന്ന് പെട്ടിട്ട് അബദ്ധം പറ്റുന്ന പെൺപിള്ളേരുണ്ട് ഈ ലോകത്ത്. അവരെ സംബന്ധിച്ചത് ഒരബദ്ധം പറ്റും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ ഒരു അബദ്ധത്തിൽ എടുത്തു ചാടാതിരുന്നാല് ഒരു പരിധി വരെയൊക്കെ അവർ കല്യാണം കഴിച്ചാൽ സമാധാനപ്പെടില്ല. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പല പിള്ളേർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പിന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതൊരു കാരണമാണ്. ശരിക്കും ഈ വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് സ്വയംഭോഗം ചെയ്താണെങ്കിലും നമുക്ക് നമ്മളുടെ വികാരങ്ങളെ കളയാവുന്നതേ ഉള്ളൂ. അതിനിപ്പോ നമ്മൾ ഒരു പുരുഷന്റെ കൂടെ പോയി കിടക്കണമെന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഈ തറവാടുകളിലൊക്കെ ആദ്യ രാത്രിക്ക് വെള്ള ബെഡ്ഷീറ്റ് ഇരിക്കും. ഇപ്പോഴും ഉണ്ട്. ആണോ? ഇപ്പോഴും ഉണ്ട്. അതായത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് നല്ല ഒരു സ്ത്രീ, അല്ലെങ്കിൽ മോശമായ ഒരു സ്ത്രീ. ബ്ലഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന പിള്ളേർക്ക് അങ്ങനെ ബ്ലഡ് വരണമെന്നില്ല. പക്ഷെ നമുക്ക് പേഴ്സണലി നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് അതായത് ഇപ്പോഴും ആ ഒരു ഇത് നടക്കുന്നുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഇത് നമ്മുടെ അമേരിക്കയിൽ നല്ലല്ലോ. നമ്മള് ഇങ്ങനെ പോയിട്ട് പല ആൾക്കാരോട് പോയിട്ട് നമ്മള് പിന്നെ ഒരു പയ്യനെ കല്യാണം കഴിച്ചു പോയി നമ്മൾ ഒരിക്കലും ഒരാളെ വിശ്വാസവഞ്ചന കാണിക്കരുത്. അവിടെയാണ് നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഇപ്പൊ എന്തൊരു കാര്യം ചെയ്താലും നീ ഇങ്ങനെ വന്നു വല്ലേടി എന്നുള്ള ചോദ്യം വരില്ലേ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എല്ലാവരും അത് കണ്ടു നിൽക്കുക. കഴിച്ച ഒരു പുരുഷൻ കൂടെ പോയി കിടന്നാൽ മാത്രമല്ല നമ്മുടെ വികാരത്തെ അടക്കാൻ പറ്റുന്നത് കല്യാണം കഴിക്കാത്ത പിള്ളേർ. ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. എങ്കിൽ ഈ സെക്സ് ബിഫോർ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും അത് തെറ്റാണ്. ശരിക്കും അത് തെറ്റായിട്ടുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അതിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ആയിപ്പോയില്ലേ? ആയിപ്പോകുന്നുണ്ട്. എല്ലാവരെയും പറയാൻ പറ്റില്ല, ചിലവരൊക്കെ. ഒരു 50% കൂടുതൽ അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഓരോരോ അതായത് ഈ ഒരു 2K kids എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിട്ടുള്ളതല്ലേ അങ്ങനത്തെ ഒരു ഫാഷൻ. ഈ ഫാഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ചേഞ്ചസ് വരികയാണ്. ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കുടുംബവുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം താങ്കളാണെങ്കിൽ പോലും ഒരു കല്യാണം ആലോചിക്കാൻ പോകുമ്പോൾ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പം അമ്മയ്ക്കറിയാം പെൺപിള്ളേരുള്ള അല്ലെങ്കിൽ നമ്മുടെ മക്കളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവിടെ എന്താണെന്നും അവിടെ ശരീരം കാണുമ്പോൾ എങ്ങനെയാണെന്നും അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ കൊച്ചു എങ്ങനെയാണ്, നല്ലതാണോ അഴുക്കാണോ എന്നുള്ളത് വീട്ടുകാർ തന്നെ പറയും. അല്ല ഇതിനെ വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയിപ്പിക്കാതെ നല്ലൊരു ബന്ധങ്ങള്, നല്ലൊരു നല്ല പയ്യന്മാരെ കെട്ടി ജീവിക്കാനുള്ള ഒരു സ്വപ്നം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളാണ്, നല്ലൊരു പയ്യൻ വരെ എന്നെ കല്യാണം കഴിച്ചത്. കഴിഞ്ഞ നമ്മൾ അത്രയ്ക്ക് നല്ല പ്രീഷ്യസ് ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ആ വരുന്ന പയ്യനെ കല്യാണം കഴിച്ച് നമ്മൾ കൂടെ പോകുന്ന ആ പയ്യന് അത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ അച്ഛൻ നമുക്ക് പയ്യന് കൈപിടിച്ച് കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ കന്യാത്വം മുത്തിക്കൂടെ കൊടുക്കുക. അപ്പൊ അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം കീപ്പ് ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറാൻ. ശരിക്കും വിവാഹം വരെ ഈ പെൺകുട്ടി ഈ ഒരു വെർജിനിറ്റി കൊണ്ട് നടക്കണം, കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എന്റെ ഒരു ഒപ്പീനിയൻ അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പാണത്. അല്ലെങ്കിൽ ചതി എന്നുള്ളൊരു സംഭവം വരും. തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഒരു പെൺകുട്ടി ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പം സ്വത്തുണ്ട്, പണമുണ്ട്, ചിലപ്പോ അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ടാവും. എന്നാലും ഒരു സംഭവം ഞാൻ കിട്ടിപ്പോയല്ലോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി. പിന്നെ നിങ്ങൾക്ക് ഇതെന്താണ് ഈ വെർജിനിറ്റി എന്നൊരു ടെസ്റ്റിങ്ങിനുള്ള ഒരു ചിന്താഗതി വരും. ഇതെങ്ങനെയായിരിക്കും അല്ലേ? ശരിക്കും അപ്പൊ ഈ വെർജിനിറ്റി എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്.
അല്ല, ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾക്കല്ലാതെ അറിയാൻ പറ്റുമോ? അതിന് ശരിക്കും പറഞ്ഞ സയന്റിഫിക്കലി നമുക്ക് അറിയാൻ പറ്റും. ആമ്പിള്ളേർ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഉം. ഒരുപാട് സെക്സ് ചെയ്യുന്ന ആമ്പിള്ളേർക്കാണെങ്കിൽ അവരുടെ തൊലി ഒരുപാട് ചെയ്യാത്ത ആമ്പിള്ളേരാണ് തൊലി മാറാൻ പാടായിരിക്കും. ഒരുപാട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊലി പക്ഷെ ഇതൊക്കെ ഈ നേഴ്സ് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലായിരിക്കും. അതാണ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് കാര്യം. അപ്പൊ ഈ പറയുന്ന വിവാഹം വരെ രണ്ടുപേരും ഈ പറയുന്ന സൂക്ഷിച്ചാൽ കൊള്ളാം. ഇപ്പൊ ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെണ്ണുങ്ങൾക്കാണ് എല്ലാത്തിലും അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുള്ളത്. ആമ്പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് അടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ എപ്പോഴും വെർജിനിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. അത് ശരിക്കും ശരിയാണോ? അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയും തെറ്റി വേണമെങ്കിൽ വെർജിനിറ്റി കാണാം. വെർജിനിറ്റി എന്ന് പറയുന്നത് നമ്മള് താഴെ പെൺപിള്ളേർക്ക് യോനിഭാവം മാത്രമല്ല, ബ്രസ്റ്റും അവരുടെ ശരീരവും നമ്മളൊരാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല ഗ്ലോ ആയിരിക്കും. ഒരു ആണയെ തൊടാത്ത ഒരു പെണ്ണെന്ന് പറയുന്നത് നല്ല പൂമൊട്ട് പോലെ ഇരിക്കും. ഒരാണ് പിടിച്ച് ഉമ്മ കൊടുത്ത് പെണ്ണിന്റെ ബ്രസ്റ്റ് ഒക്കെ അമുക്കി കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിന് ഉടവ് വരും. സ്റ്റിഫ്നെസ് പോകും. നമുക്കറിയാൻ പറ്റും ഒരു പെണ്ണെന്താണ് എങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കീപ്പ് ചെയ്യാം, നമ്മുടെ ബോഡി കീപ്പ് ചെയ്യാം. അത് മേഡം ഇപ്പൊ കേരളത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിപ്പോ വേറെ ഏതെങ്കിലും, അതായത് ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെയാണെങ്കിൽ ഇത് വിദേശികൾക്കാകാമല്ലോ. അമേരിക്കൻസ് ഒന്നും പോയ പെണ്ണുങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലാണ്. അവിടെ ഇത് നടക്കില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ട് നമുക്കൊരു സായിപ്പിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ നാട്ടിലെ രീതികൾ ഫോളോ ചെയ്ത് പോകണം. നമ്മളിപ്പോ ബാംഗ്ലൂര് പഠിച്ചാൽ മാഡം ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അവിടെ ഇതൊരു തെറ്റല്ല. അവിടെ അറബികൾ അങ്ങനെയല്ലല്ലോ. അറബികൾ അവർക്ക് ഇത് തന്നെയല്ലേ. അവരും അവരുടേതായിട്ടുള്ള കന്യാത്വത്തെ സൂക്ഷിച്ചാണ് അവര് നമ്മളെക്കാട്ടിലും ഭയങ്കര കയറിയാണ് അവർക്കെന്ന് പറയുന്നത്. അത് മതപരമായതുകൊണ്ടല്ലേ? മതപരമല്ല, ഓരോ രാജ്യത്തിലും ഓരോരോ രീതികളല്ലേ. അതല്ലേ അവര് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അത് കീപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ്. ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിനെ പറ്റി എന്താണ്?